എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജാനിഷ. ഞാൻ ഇരിങ്ങാലക്കുട സെൻറ് ജോസഫ് കോളേജിലെ MA മലയാളം 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. വായനാദിനത്തോടനുബന്ധിച്ച് ഒരു പുസ്തകം പരിചയപ്പെടുത്തണം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന പുസ്തകം ബഷീറിൻ്റെ പ്രേമലേഖനമാണ്. ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് കേശവൻ നായരും സാറാമ്മയും. രണ്ട് മതത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ സ്നേഹിക്കുകയും അവർ തമ്മിലുള്ള സംഭാഷണവുമാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. ഹാസ്യാത്മകമായിട്ടാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. സ്ത്രീധനം വാങ്ങുന്നത് പോലെയുള്ള കാര്യങ്ങളെ ഇതിൽ പരിഹസിക്കപ്പെടുന്നുണ്ട്. മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് ഇവർ തമ്മിൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവർക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ എന്ത് പേരിടണമെന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. നിർജീവ വസ്തുക്കളുടെ പേര് ഉപയോഗിച്ച് അവർ ഒരു പേരുണ്ടാക്കുന്നുണ്ട്. ആ പേരാണ് ആകാശമിഠായി എന്നുള്ളത്. കേശവൻ നായർ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ട് സാറാമ്മ ശമ്പളം ആവശ്യപ്പെടുന്നുണ്ട്. കേശവൻ നായരും സാറാമ്മയും ഒളിച്ചോടി പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അവർ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ കയറുന്നു. ആ ചായക്കടയിൽ കേശവൻ നായർ 2 ചായയാണ് ഓർഡർ ചെയ്യുന്നത്. എന്നാൽ സാറാമ്മയ്ക്ക് കാപ്പിയാണ് ഇഷ്ടം. അപ്പോൾ സാറാമ്മ അതിനെ ചോദ്യം ചെയ്യുന്നൊക്കെ ഉണ്ട് ഈ കഥയുടെ ആദ്യത്തിൽ കേശവൻ നായർ സാറാമ്മയ്ക്ക് പ്രേമലേഖനം കൊടുക്കുന്നുണ്ട്. എന്നാൽ അവൾ അത് വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത്. കഥയുടെ അവസാനത്തിൽ കേശവൻ നായർ സാറാമ്മയോട് പ്രേമലേഖനം തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാറാമ്മ പ്രേമലേഖനം കേശവൻ നായർക്ക് കൊടുക്കും. അപ്പോൾ കേശവൻ നായർ ആ പ്രേമലേഖനം വായിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് കേശവൻ നായർ ആദ്യം കൊടുത്ത ആ പ്രേമലേഖനം തന്നെയാണ് സാറാമ്മ കേശവൻ നായർക്ക് തിരിച്ചു കൊടുത്തത്. അതായത് ആ പ്രേമലേഖനം അത്രയും കാലം സാറാമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് ഈ കഥയിൽ.